ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ എസ് എം ഇ കിച്ചൻ. ഞാൻ മായ സന്തോഷ്. നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരി, കഴുകി കുതിർത്ത അരി, പച്ചരി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്തുള്ള കറുത്ത ഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം ചേർക്കുക. അപ്പോഴേ നമ്മുടെ വട്ടയപ്പത്തിന് വെള്ള കളർ കിട്ടത്തുള്ളൂ. അപ്പം 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയതും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇപ്പം അരി ഇത് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ റേഷ്യോ കുറച്ചും കൂടെ കൂട്ടി എടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ള റേഷ്യോ നിങ്ങൾക്ക് 1 ഗ്ലാസ്സിനുള്ളത് പറഞ്ഞു തരാം. 1 ഗ്ലാസ്സിന് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡ് ഡിഷിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ പകുതി പഞ്ചസാര ചേർത്താൽ മതിയായിരിക്കും. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര കൂടുതൽ ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം 1 ഗ്ലാസ്സിനാണെങ്കിൽ 1 ഏലക്കയോളം നമ്മൾ അതിൻ്റെ അരിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് കൊടുക്കുക. നല്ല വെന്ത ചോറ് ചേർക്കാൻ മറക്കരുത്. ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്ത ചോറ് ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. 1/4 ടീസ്പൂണായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഒരു അപ്പത്തിനാണെങ്കിൽ നമുക്ക് ഈ 1 ഗ്ലാസ് റേഷ്യോ പറഞ്ഞത് മതിയായിരിക്കും. ഞാനിതിപ്പോൾ 1/4 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് 2 അപ്പത്തിന് മാവ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ അരച്ചെടുത്തു. അതോടൊപ്പം തന്നെ അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കണം. കാരണം അപ്പോൾ നമ്മുടെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സി കഴിക്കുന്നതും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ പുളിക്കാൻ വെക്കണം. ഇപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ അപ്പം എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കറക്റ്റ് ഉപ്പും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മുടെ അപ്പം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഇപ്പോൾ ഈ മാവ് ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മളിതിനെ പതുക്കെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു 3.5 മണിക്കൂർ പുളിക്കാൻ വെക്കുകയാണ്. ഈ കൺസിസ്റ്റൻസിയിൽ വടുക നല്ല പേസ്റ്റായിട്ട് അരയാതെ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ പതുക്കെ വളരെ സ്ലോ ആയിട്ട് എയർ ബബിൾസ് പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ ഇളക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓവർനൈറ്റ് ആണ് ഇതുപോലെ പുളിക്കാൻ വെക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് ചേർത്ത് അരയ്ക്കേണ്ട. നിങ്ങൾ ഓവർനൈറ്റ് വെറുതെ അരച്ച് വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഈ ഈസ്റ്റ് ഇട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് 2 മണിക്കൂർ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പമാവ് റെഡിയായി കിട്ടും. വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയായി കിട്ടും. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിനകത്തേക്ക് 2-3 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. നമുക്ക് വേഗം വിട്ട് വരാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റീമറിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അരയുടെ മാവ്, ഈ പ്ലേറ്റിൽ അരയുടെ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേക്കിന് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അരയുടെ മാവ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിം കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ കാഷ്യൂ റീസൻസ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചു. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ആറാൻ വെക്കുകയാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറ് യൂസ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ബ്രാൻഡായിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കാനും ഡേറ്റ് കഴിയാത്ത ഈസ്റ്റ് ഉപയോഗിക്കാനും നല്ല പച്ചരി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി നേരം ഇത് ഈസ്റ്റ് ഇട്ടതിന് ശേഷം പൊങ്ങാനായിട്ട് വെക്കരുത്. പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പം ഷേപ്പിന് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് വേഗം തന്നെ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമുക്ക് വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടത്തെ സ്നാക്സിനേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും കയ്യിലോ വായിലോ ഒട്ടുകയില്ല. ചില വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കുമ്പം അത് വായിലിട്ടാറുണ്ട്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊട്ടും വായിലിട്ടുകയില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ ലൈക്ക് കമൻറ്റും എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വളരെ ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ വട്ടയപ്പം വേണ്ട നല്ല സ്മൂത്തായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോ, നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കതങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്